السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنشأنا من بعدهم قرنا آخرين فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. أيعدكم أنكم إذا متم وكنتم ترابا وعظاما أنكم مخرجون. هيهات هيهات لما توعدون إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. قال رب انصرني بما كذبون. قال عما قليل ليصبحن نادمين. فأخذتهم الصيحة بالحق فجعلناهم غثاء فبعدا للقوم الظالمين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെയൊക്കെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ ആയത്തുകൾ, വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും
പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി അവൻ്റെ ഇഷ്ടം നേടുന്ന വിധത്തിൽ ജീവിക്കുവാനും നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് ഞങ്ങൾക്ക് ശിഫയാണ്, ഞങ്ങൾക്കുള്ളൊരു മൗഇളത്താണ്, ഞങ്ങൾക്കുള്ള ഹിദായത്താണ്. പടച്ചറബേ, അത് ഈ ആയത്തുകളെ അതേ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയ ഈ സംവിധാനത്തിന് എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും വലിയ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പഠിക്കുവാൻ വേണ്ടി, ഗ്രഹിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാഹ്. സൂറത്ത് അൽ മുഅ്മിനൂൻ അതിലെ 30 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിരുന്നത്. ഏറ്റവും അവസാനമായി അതിൽ പറഞ്ഞു വെച്ചത് ചരിത്രത്തിൽ നിന്നുള്ള ഒരു സംഭവമാണ്, ഒരു തെളിവാണ്. ഈ ആയത്തിൻ്റെ, ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒന്നാമത്തെ ആയത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നായിരുന്നല്ലോ. സത്യവിശ്വാസികളൊക്കെ വിജയം വരിച്ചിരിക്കുന്നു. അത് അള്ളാഹു നടത്തിയ ഗംഭീരമായൊരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ സത്യവിശ്വാസികൾ അതിക്രൂരമായ പീഡനങ്ങൾക്കിരയാവുകയാണ്, മർദ്ദനമുറകൾക്കിരയാവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് സത്യവിശ്വാസികളോട് പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളാണ് വിജയിച്ചവർ, അവർ വിജയം വരിച്ചിരിക്കുന്നു. അതിന് കുറച്ച് പ്രാപഞ്ചികമായ തെളിവ്, സ്വന്തം ശരീരഘടനയിൽ അതിൻ്റെ സൃഷ്ടിപ്പിലുള്ള തെളിവ് ഒക്കെ പറഞ്ഞതിന് ശേഷം ചരിത്രത്തിൽ നിന്ന് ഒരു തെളിവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. തുടർന്ന് മറ്റൊരു ചരിത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇനിയുള്ള ആയത്തുകളിൽ ക്ഷണിക്കുകയാണ്. 31 മുതൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ثم أنشأنا من بعدهم قرنا آخرين ثم أنشأنا, പിന്നീട് അൻഷഅന നാം സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവന്നു എന്നൊക്കെ പറയാം. മിൻ ബഅദിഹിം അവർക്ക് ശേഷം, ബഅദിഹിം എന്ന് പറഞ്ഞാൽ മിൻ ബഅദി ഖൗമി നൂഹിനാണ്, നൂഹിൻ്റെ ജനതയ്ക്ക് ശേഷം നാം കൊണ്ടുവന്നു. കർണൻ ആഹരീൻ, കർണ് എന്നുള്ള വാക്ക് നേരത്തെ വന്ന വാക്കാണ്. അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. നൂറ്റാണ്ടിന് പറയാം, ഒരു നൂറ്റാണ്ട്, ഒരു തലമുറ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ജനത എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജംആണ് ഖുറൂൻ എന്ന് പറയുന്നത്. ഖുറൂൻ, നൂറ്റാണ്ടുകൾ, തലമുറകൾ, ജനതകൾ, സമുദായങ്ങൾ എന്നൊക്കെ ആ വാക്കിനർത്ഥമുണ്ട്. ഇവിടെ കർണൻ ആഹരീൻ, ആഹരീൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു ജനതയെ അല്ലെങ്കിൽ മറ്റൊരു ജനതയെ നാം അവർക്ക് ശേഷം കൊണ്ടുവന്നു. പറഞ്ഞു നോക്ക്, സുമ്മ അൻഷഅന മിൻ ബഅദിഹിം കർണൻ ആഹരീൻ, അവർക്ക് ശേഷം മറ്റൊരു ജനവിഭാഗത്തെ നാം പടച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു, കൊണ്ടുവന്നു. അള്ളാഹു പറയണം. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് ശേഷം വേറൊരു ജനതയെ കൊണ്ടുവന്നു. ഇവിടെ കർണ് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഏത് കർണാണ്, ഏത് തലമുറയാണ്, ഏത് ജനതയാണെന്ന് പറയുന്നില്ല. ഇവിടേക്ക് ഒരു പ്രവാചകൻ അയച്ചു എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. പക്ഷേ ഏതാണ് പ്രവാചകൻ എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല നേരത്തെ കഴിഞ്ഞത്, തൊട്ട് മുന്നേ കഴിഞ്ഞത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പേര് പറഞ്ഞു. ഇവിടെ ഇതാ ഇനി വരുന്ന ഈ 10-11 ആയത്തുകളിൽ പേര് പറയുന്നില്ല, ഒരു ജനത എന്നാണ് പറയുന്നത്. ആ ജനത ഏതാണ് എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ ബഹുഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടത് അത് ആദ് ജനതയാണ് എന്നാണ്. ആദ് വർഗം, നമുക്കറിയാം ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ജനതയാണ് ആദ് എന്ന് പറയുന്നത്. അത് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇറമ ദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നൊക്കെ പറഞ്ഞത് ആദിനെ പറ്റിയിട്ടാണ്. എന്താ പറഞ്ഞത്? ഇറമ ദാത്തിൽ ഇമാദ്, ഇറം ഗോത്രം അവരുടെ മറ്റൊരു പേരാണ്.
ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ വലിയ തൂണുകളുടെ ഒരു വിഭാഗം. അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അങ്ങനത്തെ ഒരു മഖ്ലൂഖ്, അങ്ങനത്തെ ഒരു സൃഷ്ടി ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹ് പറയാ, അള്ളാഹുവാണല്ലോ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന അള്ളാഹു പറയാണ്, അവരെ പോലുള്ളൊരു വിഭാഗത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അങ്ങനെയുള്ള ആദ് വർഗത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും പറയുന്നത്. അവർ അതിന് തെളിവായിട്ട് പറയുന്നത് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹിൻ എന്ന്. സൂറത്തുൽ അറാഫിലെ 69-ാമത്തെ ആയത്താണ്. അവിടെ പിന്നെ ആദ് വർഗത്തെ അവരോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരോട് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് വദ്കുറു, നിങ്ങൾ ഓർക്കണം, ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹിൻ, നൂഹിൻ്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ പ്രതിനിധികളാക്കി കൊണ്ടുവന്നത് ഓർക്കുക എന്ന് പറയുന്നുണ്ട്. ഈ ആയത്തുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും, ഈ ജനത, ഇവിടെ പരാമർശിക്കപ്പെട്ട ജനത ആദ് വർഗമാണ് എന്നാണ്. അതല്ല, ഇത് സമൂദ് വർഗമാണ് എന്ന് അഭിപ്രായപ്പെട്ട മുഫസ്സിറുകളുണ്ട്. അതിനായിട്ട് അവർ തെളിവ് പറയുന്നത്, ഇവർ നശിപ്പിക്കപ്പെട്ടത് സ്വൈഹത്ത് എന്ന ഒരു പദം ഇവിടെ പറയുന്നുണ്ട്, ഒരു ഘോര ഗർജനത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇവർ സമൂദ് ഗോത്രമാണ് എന്നും പറയുന്നത്. പക്ഷേ ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടത്, കൂടുതൽ ശരിയായ അഭിപ്രായമെന്ന് നമുക്ക് തോന്നുന്നത് ആദ് വർഗത്തെ സംബന്ധിച്ചാണ്. എന്താ പറയും നോക്ക്, അവിടെയൊക്കെ ആദിനെ പറ്റി പറഞ്ഞ പോലെയല്ല ഇവിടെ പറയുന്നത്. അവിടങ്ങളിലൊക്കെ പല രൂപത്തിൽ പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ നോക്ക്, ഫഅർസൽനാ ഫീഹിം റസൂലം മിൻഹും അൻ യഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. അപ്പോൾ ഈ ജനത ആദ് വർഗം ഫഅർസൽനാ ഫീഹിം, അർസൽനാ ഫീഹിം ഒക്കെ അർത്ഥം അറിയുന്ന വാക്കുകളാണ്. പറഞ്ഞു നോക്ക്, ഫഅർസൽനാ ഫീഹിം. അപ്പോൾ അർസൽന നാം അയച്ചു, ഫീഹിം അവരിൽ, എന്ത്, റസൂലൻ ഒരു ദൂതനെ, പേര് പറയുന്നില്ല, മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള, ഫീഹിം മിൻഹും എടാ അവരിലേക്ക് അയച്ചു, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ, റസൂലൻ മിൻഹും. എന്താ ഈ റസൂൽ പറഞ്ഞത്? അൻ യഅ്ബുദുല്ലാഹ്, നേരത്തെ നൂഹ് നബിയെ പറഞ്ഞ പോലെ തന്നെ പറയാ, അൻ യഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് യാതൊരു ഇലാഹുമില്ല തന്നെ, യാതൊരു എല്ലാ കാര്യവും നിങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റുന്ന ഒരു അവലംബം, ഒരു ഇലാഹ്, മഅബൂദ് എന്ന് പറയാം, ഇബാദത്തിന് അർഹനായിട്ട് അവനല്ലാതെ ഒരു ശക്തിയും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ഒന്ന് നോക്കണേ, ഇതേ ആയത്താണ് നൂഹിൽ തൊട്ട് മുമ്പ്, ഇതേ സൂറത്തിൽ തൊട്ട് മുമ്പ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ്? ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ പ്രവാചകൻ പറ്റി പറയുമ്പോൾ ഇത് ആവർത്തിക്കും. എന്താ ഈ പറഞ്ഞത്? ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞത്. എന്താ അത്? തൗഹീദ്, ഏകദൈവ വിശ്വാസം. നിങ്ങൾ വഴിപ്പെടേണ്ടത് നിങ്ങളൊക്കെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനാണ്. ചില സ്ഥലത്ത് ഉഅ്ബുദു റബ്ബക്കും എന്നാണ് കുറച്ചുകൂടി കണക്ട് ചെയ്തുകൊണ്ട് പറയാം. നിങ്ങളെ പരിപാലിക്കുന്ന, സൃഷ്ടിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബിന് നിങ്ങൾ വഴിപ്പെടണം എന്നാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, റബ്ബിന് വഴിപ്പെടണം എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ എണ്ണം കൊണ്ടുനടക്കാൻ പറ്റില്ല, വേറെ ആരുമില്ല. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഭാഗത്ത് അള്ളാഹു ഏകനാണ്, അള്ളാഹു എൻ്റെ ദൈവമാണ് എന്നൊക്കെ പറയുക, എന്നിട്ട് വേറെ ആൾക്കാരെ പല കാര്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്നത് പറ്റില്ല. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവർക്കുണ്ടായിരുന്ന പ്രശ്നം അതാണ്. അവരാരും ദൈവനിഷേധികളല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുണ്ടല്ലോ ആളുകളെ ദൈവവിശ്വാസം പറഞ്ഞു പഠിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ്. പലതരത്തിൽപ്പെട്ട ദൈവങ്ങളെ, ശക്തികളെ ഒരേ സമയത്ത് പൂജിച്ചു കൊണ്ടിരുന്ന, വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആളുകളാണ്. അവരോട് പറയണം, ഒന്നാമത്തെ അധ്യാപനം വിശുദ്ധ ഖുർആനിൽ സകല ഏതൊക്കെ പ്രവാചകൻ ഉദ്ധരിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെല്ലാവരും അവരവരുടെ സമുദായത്തോട് പറഞ്ഞ അടിസ്ഥാന കാര്യം ഒറ്റൊന്നാ. അതെന്താ? ഉഅ്ബുദു റബ്ബക്കും, അല്ലെങ്കിൽ ഉഅ്ബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഇതാണ് എല്ലാവരും പറഞ്ഞത്, അത് മറക്കരുത്. അതിനാണ് നമ്മൾ തൗഹീദ് എന്ന് പറയാം.
നിങ്ങളെല്ലാവരും അള്ളാഹുവിനാണ് വഴിപ്പെടേണ്ടത്. ഇബാദത്ത് ഉഅ്ബുദു എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥങ്ങളുണ്ട്. വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പടച്ച റബ്ബിനെ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, ഈ പടച്ച റബ്ബിന് ആരാധനകളൊക്കെ അർപ്പിക്കുന്ന ഈ പടച്ച റബ്ബിനായിരിക്കണം, ഈ പടച്ച റബ്ബിനാണ് നിങ്ങൾ അടിമപ്പെടേണ്ടത് തുടങ്ങിയ എല്ലാ അർത്ഥവും അതിലുണ്ട്. വേറെ ആരും ഇല്ലാന്നും കൂടി പറയാം. അതാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറെ വാക്യ, അതാണ് നമ്മുടെ അടിത്തറ, ആദർശവാക്യം. ഇതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പറയല്ലത് കേട്ടോ. ഇതിപ്പോൾ എന്താ, ഈ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്തുകളൊക്കെ ആദ്യം ഇറങ്ങുന്ന എവിടെ? മക്കയിലാണ്. അവിടെയുള്ളത് ധാരാളം മുശ്രിക്കുകളുണ്ട്. അവർ കുറേയധികം ബിംബങ്ങളൊക്കെ വെച്ച് പൂജിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച ആൾക്കാരൊന്നുമല്ല. പടച്ചവനുണ്ട്, കൂടെ ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളൊക്കെ പെൺമക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജിക്കുന്ന ആൾക്കാരാണ്. അവരോട് പറയാണ്, ഇത് നിങ്ങളോട് മാത്രമല്ല, ലോകാരംഭം മുതൽ ഈ ദുനിയാവിൽ വന്ന സകല പ്രവാചകന്മാരും അവരവരുടെ ജനതകളോട് ആദ്യമായിട്ട് സംസാരിച്ചത്, അടിത്തറ, അവരുടെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് തൗഹീദാണ്. ഉഅ്ബുദുല്ലാ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ. ആ ചോദ്യമാണ്, ഇല്ലേ? അഫലാ തത്തഖൂൻ, എന്നിട്ടും നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ, എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നില്ലേ എന്നാ ചോദ്യം. വേറൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ഇണങ്ങാത്ത ഒരു കാര്യം ഒരു പ്രവാചകൻ അവരുടെ ജനതയോട് പറയുന്നില്ല. അവർക്ക് ഏറ്റവും ഇണങ്ങുന്ന, ഏറ്റവും സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ റബ്ബിന്, നിങ്ങളെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ വഴിപ്പെടാവൂ എന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും സത്യസന്ധമായ വാക്യമാണ്. പക്ഷേ അവരെന്താ പ്രതികരിച്ച് നോക്ക്. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. ഈ പ്രതികരണവും നേരത്തെയുള്ള പ്രവാചകന്മാരോട് ഇവർ നടത്തിയതാ. ഇതെല്ലാ കാലത്തും ഉണ്ട്. എന്താ പറയുക നോക്ക്. ഈ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, തൗഹീദ് ഇവരുടെ മുമ്പാകെ സമർപ്പിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്താ? ആരാ പ്രതികരിക്കുന്നത്? നേരത്തെ നൂഹ് നബിയുടെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ആരാ പറഞ്ഞത്? ഒന്നാമതായിട്ട് എതിർക്കുന്ന വിഭാഗാരെന്നറിയോ? സാധുക്കളൊന്നുമല്ല. ആ സാധുക്കൾക്ക് ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറവർ. അവരാഗ്രഹിക്കുന്ന ജീവിതത്തിലൊരു മോചനമാണ്. അവരെ ഈ പാവങ്ങളുണ്ടല്ലോ, കുറേ കാലങ്ങളായിട്ട് അടിമകളാക്കിയിട്ട് ഏഴകളാക്കി കൊണ്ടു നടക്കുന്ന കുറേ കാരണവന്മാരവിടെ, അവരെ എതിർക്കുക. ആ യജമാനന്മാരാണ് എതിർക്കുക, ആ വരേണ്യവർഗമാണ് എതിർക്കുക. അവരെ സമാണ് അൽ മല എന്ന് പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ അത് തന്നെയാണ്. വഖാലൽ മലഉ മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലെ, പ്രവാചകൻ്റെ പേര് പറയുന്നേ ഇല്ല കേട്ടോ. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ജനതയിലുള്ള മല പറഞ്ഞു. മല ആരാ? മല നമ്മൾ പറഞ്ഞു, നോബിൾ, എലൈറ്റ് എന്നൊക്കെ പറയുന്ന ഉന്നത വർഗം, ഉന്നത കുലജാതർ, വരേണ്യവർഗം, സമൂഹത്തിലെ മാന്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമാണിമാരായ നേതാക്കളായ ആളുകൾ. അവർ കുറച്ച് കീഴിൽ ആൾക്കാരുണ്ടാവും, ശിങ്കിടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരാ പ്രതികരിക്കുക. കാരണം അവരുടെ പണിയാണ് പോവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണ്, കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല, നമ്മൾ ഒന്നുകൂടി ആലോചിക്കണത്. അപ്പോൾ അവർ പറഞ്ഞു വഖാലൽ മലഉ മിൻ ഖൗമിഹി. പക്ഷേ അവരുടെ ഒരു 3 ക്വാളിറ്റി ഇവിടെ എടുത്തു പറയും. ഈ മല ആരാന്ന് നേരത്തെ പറയാത്തത്. അത് ഒന്ന്, അല്ലദീന കഫറു വകദ്ദബു ബിലിഖാഇൽ ആഖിറ. ഈ മല ആരാണ്? അവർ കഫറു, നിഷേധിച്ചവരാണ്. വകദ്ദബു ബി വകദ്ദബു, അവർ തള്ളിക്കളയുകയും ചെയ്തു. കദ്ദബു ബി ലിഖാഇൽ ആഖിറ. ലിഖാഇൽ ആഖിറ, ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടല. അൽ ആഖിറ, പരലോകത്ത് കണ്ടുമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞാൽ പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടും എന്നതിനെ നിഷേധിച്ച, തള്ളിക്കളഞ്ഞ, പടച്ചറബിനെ തള്ളിക്കളഞ്ഞ, നിഷേധിച്ച ആ കൂട്ടത്തിലുള്ള മല. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് അവർക്ക്. എന്താ നോക്ക്. വ അത്റഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ. അത്റഫ്നാഹും, അത്റഫ, തറഫ് എന്നൊക്കെ പറഞ്ഞാൽ സുഖലോലുപതയാണ്. വ അത്റഫ്നാഹും, നാം സുഖലോലുപത നൽകിയവർ, നാം കുറച്ച് സുഖസൗകര്യങ്ങൾ നൽകിയ ആളുകൾ
എപ്പോഴും അങ്ങനെയാണല്ലോ. എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ ആരാ? സമൂഹത്തിലെ വരേണ്യവർഗം, നോബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പ്രഭുക്കന്മാർ, മാന്യന്മാർ, അവരെല്ലാ സൗകര്യം ഉണ്ടാവും. അത് അള്ളാഹ് കൊടുത്തതാ. എന്തിനാ കൊടുക്കുന്നത്? ഒരു പരീക്ഷണ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കുറച്ച് സമ്പത്തുണ്ട് വിചാരിച്ച് അയാൾ എല്ലാം എനിക്ക് കിട്ടിയെന്നാണ് തേഞ്ഞതാണെന്ന് വിചാരിച്ച് നിൽക്കുക അല്ല. സത്യവിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ ഇത് പടച്ചറബ് എന്നെ ഏൽപ്പിച്ചൊരു പരീക്ഷണമാണ്, അതുകൊണ്ട് നന്ദികേട് കാണിച്ചിട്ട് ഞാൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാവും അയാൾക്ക് ബോധമുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്ക് അതില്ല. നോക്ക്, അവരുടെ പ്രത്യേകത അറിയോ? ഈ ഒന്ന് അല്ലദീന കഫറു വകസ്സബു ബിലിഖാഇൽ ആഖിറ, നിഷേധിച്ചവരാണ്. പരലോകത്ത് കണ്ടുമുട്ടേണ്ടി വരും, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും, വിചാരണ നേരിടേണ്ടി വരും എന്നതിനെ നിഷേധിച്ച ആളുകളാണ്, തള്ളിക്കളഞ്ഞവരാണ്. വ അത്റഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ നാം അവർക്ക് സുഖലോലുപത നൽകിയിട്ടുണ്ട്, ആഡംബരം നൽകിയിട്ടുണ്ട്. അവരാ പറയുന്നത്. എന്താ പറഞ്ഞതെന്നാണ് ഇനി പറയുന്നത്. നോക്ക്, ആദ്യം പറഞ്ഞ് കാലൽ മലഉ, പ്രമാണിമാർ പറഞ്ഞു. ആരായി പ്രമാണിമാർ? പ്രമാണിമാരുടെ വിശേഷണം പറഞ്ഞത്. അല്ലദീന കഫറു വകസ്സബു ബിലിഖാഇൽ ആഖിറ വ അത്റഫ്നാഹും ഫിൽ ഹയാത്തി. എന്താ പറഞ്ഞത്? മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ. വളരെ സിമ്പിളാണ്. ഇതെല്ലാവരും പറഞ്ഞതാ. എന്താ പറഞ്ഞത്? മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. പ്രവാചകന്മാർക്കെതിരിൽ ഈ ആളുകൾ എല്ലാ കാലത്തും ഉന്നയിച്ച ആദ്യത്തെ ആരോപണം ഇയാളെന്തോ ഒരു മനുഷ്യനല്ലേന്നാ. നമ്മൾ വേറെ അർത്ഥത്തിൽ ചോദിക്കാറ്, ഇയാളൊരു മനുഷ്യനല്ലേ. ചിലപ്പോൾ വേറെ രൂപത്തിൽ ചോദിക്കും, വളരെ നീചമായൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഇയാളെന്തോ ഒരു മനുഷ്യനല്ലേ ചോദിക്കും. അതല്ല ഇവിടെ ആ രൂപത്തിലല്ല. എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ മനുഷ്യനെയാണ് അയക്കേണ്ടത്? മലക്കുകളല്ലേ? അതവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ മാ ഹാദാ, ഇയാളല്ലല്ലോ. ഇല്ല ബശറും മിസ്ലുക്കും. ആരോടാ പറയുന്നത്? അവിടുത്തെ നാട്ടുകാരോട് പറയാ. ഇവരുടെ വാക്കിന് വില ഉണ്ടാവും ഈ പ്രമാണിമാരുടെ. കാരണം അവരുടെ ശിങ്കിടികളായിട്ട് അവരുടെ കീഴിൽ നിൽക്കുന്ന പാവങ്ങളാണ് മറ്റവരൊക്കെ. അതുകൊണ്ട് ഇവർ പറയാണ്, എടാ നിങ്ങളൊക്കെ എന്തായി ചെയ്യുന്നത്? ഇതാരാന്നറിയില്ലേ? മാ ഹാദാ ഇല്ല ബശറും മിസ്ലുക്കും. നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാൾ. എന്നിട്ടോ കുറച്ചുകൂടി വിശദീകരിക്കുകയാണ്. യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു. യഅ്കുലു, ഇയാൾ തിന്നുന്നുണ്ടില്ല നിങ്ങൾ. മിമ്മാ തഅ്കുലൂന മിൻഹു, നിങ്ങൾ കഴിക്കും പോലെ. നിങ്ങൾ അരി കഴിക്കുന്നു, ഗോതമ്പ് കഴിക്കുന്നു, അതേപോലെ അരിയും ഗോതമ്പും ഒക്കെ തിന്നുന്ന ഒരു മനുഷ്യൻ ഇയാൾ. പിന്നെന്താ? മാത്രമല്ല വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നത് പോലെ കുടിക്കുന്ന, നിങ്ങൾ കുടിക്കുന്നത് കുടിക്കുന്ന, നിങ്ങൾ തിന്നുന്നത് പോലെ തിന്നുന്ന, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലേ ഇയാൾ. ഒന്നാമത്തെ വാദത എന്താ പറയുന്നത്? ഒരു പ്രവാചകൻ വന്നിട്ട് ആളുകളെ പടച്ചറബിന് വഴിപ്പെടണം, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് അടിസ്ഥാനപരമായ കാര്യം പറയുമ്പോൾ ആ ജനതക്കെതിൽ, ആ പ്രവാചകനെതിരിൽ ജനതയെ തിരിപ്പിക്കുന്നത് ആരാ? ആണ്. ആ എന്ന് പറഞ്ഞാൽ നിഷേധികളാണ്, പരലോകത്തെ തള്ളിക്കളയുന്നവരാണ്, വലിയ സുഖലോലുപന്മാരാ. അവരാ പറയുന്നത്. അവർ പറയുന്ന ഒന്നാമത്തെ ന്യായം എന്താണെന്നറിയോ? എതിർവാദം ഒന്ന്, ഇയാളൊരു മനുഷ്യനാണെന്നാ. അത് അദ്ദേഹത്തോട് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞ ഒരു വാക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഖുർആൻ ചരിത്രം ഇങ്ങനെ പറഞ്ഞു തരുന്നത് ചരിത്രത്തിൻ്റെ തനിയാവർത്തനമാണ്. അത് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, ഇയാളെന്താ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്ന, അല്ലേ, ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ലേ താങ്കളെന്ന് പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ധാരണ എന്താ? ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളാവാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ, ചില ആളുകളെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ട്, ഒരാൾ ഒരു ദീനിൻ്റെ അറിവുള്ള ആളെന്ന് പറയുമ്പോൾ വേറൊരു കോലത്തിലാവണം, മനുഷ്യന്മാരുടെ ഇടയിലൂടെ അങ്ങാടിയിൽ അയാൾ ഇറങ്ങാൻ പറ്റൂല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ചില ആളുകളുടെ ധാരണയാണ്, ദീൻ അറിയുന്ന, ഖുർആൻ അറിയുന്ന ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റൂല. അയാൾ പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിൽ മുന്നിൽ നിന്ന് പോരാടാൻ പറ്റൂല. അയാൾ പള്ളിയിലാണ് വേണ്ടത്. അയാളുടെ വേഷവിധാനങ്ങൾ ഇങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയാണെന്ന് നമ്മുടെ ഒരു ധാരണ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു, അതിന് ഇയാളെന്താ ഇങ്ങനെ? ഇതൊക്കെ പറയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഒരു മനുഷ്യനല്ലല്ലോ എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഇവരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അത്റഫ്നാഹും എന്ന് പറഞ്ഞു. സുഖലോലുപത കൊടുക്കുക, അള്ളാഹു കൊടുക്കുക. വിശുദ്ധ ഖുർആനിൽ ഈ പദം പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ഇസ്രാ നമ്മൾ നേരത്തെ പഠിച്ചതാണ്.
വഇദാ അമർന അൻ നുഹ്ലിക വഇദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ അമർന മുത്രഫീഹ ഫഫസഖൂ ഫീഹ ഫഹഖ അലൈഹൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. സൂറത്തുൽ ഇസ്രായിൽ ഓൾറെഡി പഠിച്ചതാ. എന്താ പറഞ്ഞത്? ഒരു നാടിനെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ വൈദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ, എന്താ അള്ളാഹു പറയണേ? അമർന, നാം ആദ്യം കൽപ്പിക്കാരോടാ അറിയോ? മുത്തറഫീഹ, അവരുടെ ഈ പറഞ്ഞ സുഖലോലുപന്മാരോടാ. സുഖലോലുപന്മാർ എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് പറയും? നമുക്കറിയാം. അത് ഇപ്പോൾ ഈ മുതലാളിത്തത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ചിന്തിച്ചാൽ കൃത്യമായിട്ട് കാണും. അവരുടെ സുഖം, സ്വന്തം വ്യക്തിനിഷ്ഠമായ സുഖം, സമൂഹത്തിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യൂല. എന്തോ ആയിക്കോട്ടെ, സമൂഹം എന്ത്, അവരെന്ത് എന്നുള്ള പ്രശ്നമല്ല. എൻ്റെ സുഖം, ആ സുഖത്തിന് വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യും. അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കും. അയാൾക്ക് ആ സമയത്ത് ബന്ധങ്ങൾ ഉണ്ടാവില്ല, എല്ലാ ബന്ധങ്ങളും മറുത്ത് കളയും. പരിസ്ഥിതി ഒന്നും നോക്കൂല, എങ്ങനെയും എവിടെയും തട്ടി കയറിയിട്ട് കൊത്തി ഇടിച്ച് മണ്ണിട്ട് മൂടിയൊക്കെ ഉണ്ടാക്കും. മുഴുവൻ ലോകത്തിനും നാശമായിരിക്കും. ബന്ധങ്ങൾ തകരും, ഈ പറഞ്ഞ പാരിസ്ഥിതികമായ നാശം ഉണ്ടാവും. സമൂഹത്തിൽ വമ്പിച്ച അനീതിയും അസന്തുലിതത്വം. ഒരു ടീം ഭയങ്കരമായിട്ട് കയറും. നമ്മുടെ ലോകത്തിപ്പോൾ അത് വല്ലാത്ത അളവിൽ കാണാൻ പറ്റും. പല രാജ്യങ്ങളുടെയും കണക്കെടുത്ത് നോക്കിയാൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ബഹുഭൂരിഭാഗം, അതിൻ്റെ ഒരു 80%, 80% വളരെ കുറഞ്ഞൊരു വിഭാഗത്തിൻ്റെ കയ്യിൽ, 20% വരുന്ന ഒരു ടീമിൻ്റെ അടുത്ത്. ബാക്കി 80% ആകെയുള്ളത് ബാക്കിയുള്ള 20%. ആലോചിച്ച് നോക്ക്, ഡിസ്പാരിറ്റി, ഈ വിവേചനം. ഇത് എത്രത്തോളം എത്തിക്കുന്നു വെച്ചാൽ, ഇങ്ങനെ സുഖലോലുപരായ ആളുകൾ നാട് മുടിക്കും. അവരിങ്ങനെ പറയല്ലേ വേണ്ടത്, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ലോകത്തെ എക്കാലത്തും സംഭവിച്ചത് എന്ന് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്. വഖാലൽ മലഉ മിൻ ഖൗമിഹിൽ ലദീന കഫറു വകസ്സബു ബിലിഖാഇൽ ആഖിറതി വഅത്റഫ്നാഹും ഫിൽ ഹയാത്തിദ് ദുനിയ മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ. വളരെ സിമ്പിളാണ്, അർത്ഥം അറിയാത്തൊന്നും അതിലില്ല. അത് ഇത്രയേ ഉള്ളൂ. മലഅ് പറഞ്ഞു. ആരാണ് മലഅ് എന്നുള്ള 3 വിശേഷണം പറഞ്ഞു. ഒന്ന് അല്ലദീന കഫറു, പിന്നെ വകസ്സബു ബിലിഖാഇൽ ആഖിറ വഅത്റഫ്നാഹും ഫിൽ ഹയാത്തിദ് ദുനിയ. പിന്നെ പറയും എന്താ പറഞ്ഞതാണ് മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. നിങ്ങൾ ഈ പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഇയാൾ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലേ. ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ് വന്ന ആൾ, അദ്ദേഹം നിങ്ങൾ തിന്നുന്നത് പോലെ തിന്നുകയാണ്. യഅകുലു മിമ്മാ തഅകുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ. യശ്റബു തശ്റബു എന്നൊക്കെ പറയുമ്പോൾ അറബി ഭാഷയിലുള്ള ആ ഗ്രാമർ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധേയമാണത്. നമ്മൾ സർഫ് എന്നൊക്കെ പറയും അതിന്. എന്ന് പറഞ്ഞാൽ നോക്കുക, യഅകുലു എന്ന് പറഞ്ഞാൽ അവൻ തിന്നുന്നു, അയാൾ. ചില പ്രവാചകനെ പറ്റി പറയാം, അവൻ തിന്നുന്നു. പിന്നെ മിമ്മ തഅകുലൂന, നിങ്ങൾ തിന്നുന്നു. അക്കല എന്നുള്ള വാക്കിൻ്റെ വ്യത്യസ്ത രൂപമാണ്. ഒന്ന് ഹി ഈറ്റ്സ്, മറ്റൊന്ന് യു ഈറ്റ്. എടാ, യഅകുലു മിമ്മ തഅകുലൂൻ. അതുപോലെ തന്നെയാണ് യശ്റബു മിമ്മ തശ്റബൂൻ. ഷരീബ യശ്റബു എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപം തശ്റബൂൻ. മുലാരിയാണ്, മുലാരിൻ്റെ 2 രൂപങ്ങൾ. അത് നിങ്ങൾ വേറെ സമയത്ത് ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കാം. നോക്കി ഇനി അടുത്തത്. വലഇൻ അത്വഅ്തും ബശറം മിസ്ലകും ഇന്നകും ഇദൽ ലഖാസിറൂൻ. ഈ ഏമാന്മാർ പറയാണ്, അവരുടെ വാദം തീർന്നിട്ടില്ല. അവരാദ്യം പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുന്നത് ഒരു മനുഷ്യൻ, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലേ. അതിന് തുടരുകയാണ്. വലഇൻ അത്വഅ്തും ബശറാ മിസ്ലകും. വലഇൻ അത്വഅ്തും, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ. ആരെ? ബശറം മിസ്ലക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ. ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇതൻ അങ്ങനെ ചെയ്താൽ, അപ്പോൾ ലഖാസിറൂൻ. ആരാ ഖാസിർ? ഖസിറദ് ദുനിയ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, നഷ്ടകാരികൾ. ഭയങ്കര ലൂസേഴ്സ് ആയിരിക്കും നിങ്ങൾ, വല്ലാത്ത നഷ്ടകാരികളുടെ കൂട്ടത്തിൽ നിങ്ങളാവുന്നു. ഇവർ ആരോടാ പറയുന്നത്? സ്വന്തത്തോടൊന്നും അല്ല. ഇവർ പറയുന്നത് അവിടെ നാട്ടുകാരെ ഇളക്കി വിടുക. അതാണ് ഇന്നക്കും വലിയ റസൂലിനേക്കാളും വലിയ പ്രബോധനം ഇവർ നടത്തുക. അത് നമ്മൾ കാണാൻ പറ്റും എന്നും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. നമ്മൾ സത്യദീനിനെ പറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്ര ആളുകളാണ് ഇതിനെതിരായിട്ട് പറയാനുണ്ടാവുക. എതിരായിട്ട് അവർക്ക് അവർ ഈ സത്യപ്രബോധകർക്കെതിരായിട്ട് ആളെ തിരിച്ചിടുക അവർ ചെയ്യുന്നത്. മനസ്സിലാക്കണം, ഇവർ ചെയ്യുന്നത് സത്യപ്രബോധനത്തിനെതിരിൽ പറയല്ല, സത്യപ്രബോധനം നടത്തുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിക്കെതിരാണ് ഒന്നാമത്തെ ആരോപണം. ആദ്യത്തെ ആരോപണം ഇയാൾ മനുഷ്യനാണെന്നാ. നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങൾ അനുസരിച്ചാൽ, വല ഇൻ അത്വഅ്തും ബശറം മിസ്ലക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ വഴിപ്പെട്ടാൽ, അനുസരിച്ചാൽ,
ഇന്നക്കും ഇതല്ല ഖാസിറൂൻ, അപ്പോൾ നിശ്ചയമായും നിങ്ങൾ ല ഖാസിറൂൻ, ല സ്ട്രെസ് ചെയ്ത് പറയാം, നഷ്ടപ്പെട്ടവർ തന്നെയാണ്, പരാജയപ്പെടും നിങ്ങൾ എന്നാ. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച ആദ്യത്തെ പദം നിങ്ങൾ ഓർക്കണം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖുസ്റാൻ്റെ ഓപ്പോസിറ്റാ ഫലാഹ്. സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രവാചകൻ അനുസരിച്ചാൽ നിങ്ങൾ നഷ്ടകാരികളാണെന്ന് ഈ വിഭാഗം ആളുകൾ പറയാം. തീർന്നില്ല, നോക്ക്, അവർ പിന്നെയും ചോദിക്കുകയാണ്. ഭയങ്കര റസൂൽ ഒരു കാര്യം പറഞ്ഞുള്ളൂ, അനിഅബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇവർ പറയുന്നത് എന്തൊക്കെയാ നോക്ക്, അയഇദുക്കും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇലാമൻ അന്നകും മുഖ്റജൂൻ. അയഇദുക്കും, എടാ ഈ പ്രഭുവാ പറയുന്നത്, ഈ വരേണ്യവർഗത്തിൽപ്പെട്ട ഈ ആൾ പറയാണ്, ഈ മാന്യനായി നടക്കുന്ന ഈ നേതാവായി നടക്കുന്ന ആൾ പറയാണ്, അയഇദുക്കും. യഇദു വഅദ യഇദു എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക എന്നുള്ളൊരു അർത്ഥമുണ്ട്, ഭീഷണിപ്പെടുത്തുക എന്നർത്ഥമുണ്ട്, താക്കീത് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഒക്കെ ആവാം ഇവിടെ അർത്ഥം. ആ യഇദുക്കും, യഇദുക്കും അണ്ടാ, അവൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നുണ്ടോ, അവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണോ? എന്ത്? അന്നക്കും, നിശ്ചയമായും നിങ്ങളാണെന്ന്, ഇദാ മിത്തും, മാത്ത യമൂത്തു, എന്താണ് മിത്തും, നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ മരണപ്പെട്ടാൽ, വകുൻതും തുറാബൻ വഇലാമ, നിങ്ങൾ മരിക്കുകയും എന്നിട്ടോ തുറാബൻ വഇലാമ, അർത്ഥം അറിയാം, മണ്ണും ഇലാം എല്ലുകളായിട്ട് അസ്ഥികളായിട്ട് അസ്ഥിപഞ്ജരങ്ങളായി മാറുകയും ചെയ്താൽ, അന്നക്കും മുഖ്റജൂൻ, ഖറജ യഖ്റുജു, മുഖ്റജ് പുറപ്പെടുവിക്കപ്പെടുകയാണ്, പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നവരാകുമോ? മുഖ്റജൂൻ, മുഖ്രിജ് എന്ന പുറത്താക്കുന്നതിനാ പറയാ, മുഖ്റജ് ആക്കപ്പെട്ടവർക്കാണ് മുഖ്റജ് എന്ന് പറയാം. മുഖ്റജൂൻ, നിങ്ങൾ പുറത്താക്കപ്പെടുന്നാൽ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നോ? എന്താ പറഞ്ഞത്? ഇവർ ചോദിക്കുകയാണ് പല ചോദ്യങ്ങൾ. നേരത്തെ പറഞ്ഞ് ഈ ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കാൻ ഭയങ്കര നഷ്ടമല്ലേ നിങ്ങൾക്ക്, എന്ത് ഇതാണുള്ളത്? ഒരുപക്ഷെ ഇവർ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി അതിലൊരു പുച്ഛമുണ്ട്. എന്താണെന്നറിയോ? ഈ പറയുന്നവൻ ഭയങ്കര പ്രമാണിയാണല്ലോ, നാട്ടിൽ വലിയ പൈസക്കാരനാണ്, വലിയ തറവാട്ടുകാരനാണ്. ചിലപ്പോൾ ഈ സത്യപ്രബോധനം, പാവം സാധു മനുഷ്യനുണ്ടല്ലോ, സത്യപ്രബോധനത്തിന് അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകൻ, അദ്ദേഹം ചിലപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കും, സമ്പത്തൊന്നും ഉണ്ടാവില്ല, തറവാടിത്തൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, സാധാരണ ഒരു മനുഷ്യനായിരിക്കും, സത്യസന്ധനായ മനുഷ്യനായിരിക്കും. അപ്പോൾ ചോദിക്കുകയാണ്, ഇയാളെ നിങ്ങൾ അനുസരിക്കുക, ഞങ്ങളമായിട്ടുള്ളൊരു മനുഷ്യനെ, ഞങ്ങളെപ്പോലുള്ളൊരു പ്രമാണി പറയുകയാണെങ്കിൽ പിന്നെയും തിരക്കില്ല, ആ രൂപത്തിലും ആവാത് എന്ന് ഇവിടെ പറഞ്ഞ ചോദ്യം ഇതാണ്. അയഇദുക്കും, അയാൾ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നുവോ? അന്നക്കും ഇദാ മിത്തും, നിങ്ങൾ മരണപ്പെടുകയും, വകുൻതും തുറാബൻ വഇലാമ, മണ്ണും അസ്ഥിയുമൊക്കെ ആയിക്കഴിയുകയും ചെയ്തിട്ട്, അന്നക്കും മുഖ്റജൂൻ, നിങ്ങൾ പുറത്താക്കപ്പെടും അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരപ്പെടും എന്നാണോ ഇയാൾ പറയുന്നത്? ചോദിക്കുകയാണ്, അത്ഭുതത്തോട് ചോദിക്കുക. ഇയാൾ പറയുന്ന വാദതാപ്പോൾ നിങ്ങളൊക്കെ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ പിന്നെയും വരുന്നോ? എന്ത് വർത്താനായി പറയുന്നു നോക്ക്. ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. ഹൈഹാത്ത ഹൈഹാത്ത, ഒരു വാക്ക് 2 തവണ ആവർത്തിക്കുക. ഖുർആനിൽ ഇവിടെ അത് വന്നിട്ടുള്ളൂ, ഹൈഹാത്ത എന്നുള്ള വാക്ക്. ഇത് ഒരു ഫിഅലല്ല, ഫിഅൽ എന്ന് പറഞ്ഞാൽ വെർബ്, ഒരു ക്രിയ അല്ല, ഒരു നൗണ്, ഒരു ഇസ്മുമല്ല, നാമമല്ല. ഇതിന് പറയാം, ഇത് ഒരു ഹർഫുമല്ല, ഇത് ഒരു ഇസ്മുൽ ഫിഅൽ എന്നാ പറയാം, വെർബൽ നൗൺ എന്നൊക്കെ പറയാം. ഇസ്മുൽ ഫിഅലാണ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈഹാത്ത എന്ന വളരെ വിദൂരമാണ്, ഫാർ അവേ, വളരെ വിദൂരമാണ്. ഹൈഹാത്ത ഹൈഹാത്ത, അതിവിദൂരം, അതിവിദൂരം എന്ന് പറയാം. എന്ത്? ലിമാ തുഅദൂൻ, ഏതാ വിദൂരമാണെന്ന് സംഭവിക്കൂല, അസംഭവ്യമാണ്, അസാധ്യമാണ്, ഇത് ഒരിക്കലും നടക്കാത്തതാണ് എന്നാ പറയുന്നത്. ലിമാ തുഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യം, അതെന്താ? മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്, അസംഭവ്യമാണ്. അതാണ് ഹൈഹാത്ത ഹൈഹാത്ത. വാക്കിൻ്റെ പ്രത്യേകത ഹൈഹാത്ത എന്നേ പറയുള്ളത്, ഹൈഹാത്തൂന്നോ ഹൈഹാത്തി ഹൈഹാത്തും എന്നൊന്നും ആവില്ലത്. അത് ഗൈർ മുൻസരിഫാണ്. ആ താഅമൽ ഫത്ഹമൽ അവിടെ മബ്നിയാണത്. ഹൈഹാത്ത, അതിവിദൂരമാണ്, അസംഭവ്യമാണ്, അസാധ്യമാണ്. എന്ത്? ലിമാ തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടും. എന്താ വാഗ്ദാനം ചെയ്യുന്ന അവിടെ പറഞ്ഞു, വാഗ്ദാനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വാക്കിന് ഭീഷണിപ്പെടുത്തപ്പെടുന്നെന്ന് പറയാം.
താക്കീത് ചെയ്യപ്പെടുന്ന അത് അസംഭവ്യമാണ്. എന്താ താക്കീത് ചെയ്യപ്പെടുന്നത്? മരണത്തിന് ശേഷം വേറൊരു ജന്മം കേട്ടോ. നമ്മളോടൊക്കെ അതാണല്ലോ പറയുന്നത്. നമ്മളൊക്കെ എന്തെങ്കിലും അർത്ഥത്തിൽ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഏതെങ്കിലും തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക? പടച്ച റബ്ബേ, എൻ്റെ അടുത്ത് പോകേണ്ടിയാണ്, നിൻ്റെ കണ്ടുമുട്ടേണ്ടതാണ്, അതുകൊണ്ട് റബ്ബേ, അതുകൊണ്ട് ഞാനത് ചെയ്യൂല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് പടച്ച റബ്ബേ അവിടെ എത്തുമ്പോൾ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പ്രതീക്ഷയിലെല്ലാം ചെയ്യുക. നന്മ ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിൽ അവിടുത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ ഇങ്ങനത്തെ വിശ്വാസമില്ലാത്ത ആളെ പറ്റി ആലോചിച്ച് നോക്ക്. എന്ത് നന്മ, എന്ത് തിന്മ അയാൾക്ക് ഇഷ്ടമുള്ള അയാൾ ചെയ്യും. അതാണ് മലഇൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ കുറേ കണക്ട് ചെയ്ത് വായിച്ചാൽ കുറേ കാര്യങ്ങൾ കിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന ലാഭേച്ഛ എന്ന് പറഞ്ഞൊരു ഒരു അല്ലാത്ത ആഗ്രഹം ഉണ്ടല്ലോ, അത് മനുഷ്യന് പിടികൂടി കഴിഞ്ഞാൽ എന്തും ചെയ്ത ആളുകൾ. സമൂഹത്തിന് ഗുണകരമാണോ ദോഷമാണോ എന്ന് നോക്കൂല. അയാൾക്ക് ലാഭകരമാണെങ്കിൽ അയാൾക്ക് മുതൽക്കൂട്ടുണ്ടാക്കുന്ന എന്തും ചെയ്യുക അയാൾ. പക്ഷേ നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മളൊരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഹറാമാണോ ഹലാലാണോ നോക്കും. ഇത് പടച്ചവൻ്റെ അടുത്ത് നല്ല പൈസ കിട്ടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ മതി. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ളൊരു വിശ്വാസി ഉണ്ടല്ലോ, ഒരിക്കലും ചെയ്യില്ല. കാരണം അള്ളാഹിൻ്റെ അടുത്ത് മറുപടി വരേണ്ടി വരും. ഇവർ പറയുന്നത് എന്താ? ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദുൻ. നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തപ്പെടുന്ന ഈ പരലോകമുണ്ടല്ലോ, അതൊക്കെ അതിവിദൂരമാണ്, അസംഭവ്യമാണ്, അത് അസാധ്യമാണ്, സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. ഇവർ വീണ്ടും വിശദീകരിക്കുക ഈ പ്രവാചകൻ ഒറ്റ വാക്യ പ്രവാചകനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താ? അനി അഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. പക്ഷേ അതിന് ഈ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടെ വിശദീകരണം ആലോചിച്ച് നോക്കുക. ഒന്ന് പറഞ്ഞത്, എന്തിനാ ഇമ്മനുഷ്യനെ, ഇയാളൊരു മനുഷ്യൻ, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ ഇയാൾ അനുസരിക്കുക, അനുസരിച്ച് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം, പരാജയപ്പെടുന്നല്ലാതെ. എന്താ ആ പരാജയത്തിൽ കുറേ ഉണ്ട്. ആ പരാജയത്തിൽ എന്തൊക്കെ ഉണ്ട്? നിങ്ങൾക്ക് സാമ്പത്തികമായി നഷ്ടപ്പെടും. എന്താ ഇയാൾ പറയുന്നത്? മരിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്താ വെച്ചാൽ കച്ചവടം ചെയ്ത് എന്തെങ്കിലും 4 പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നല്ലാതെ ഇതൊക്കെ പറയാതിൽ. എന്നിട്ട് പറയാണ്, നിങ്ങൾ മരണത്തിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുക, അതൊരിക്കലും സംഭവിക്കാത്തതാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. ഇവരുടെ തെളിവാണ് പറയുന്നത്. ഇത് ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ, ഹയാത്ത് ജീവിതമാണ്, ഹയാത്തുന ഞങ്ങളുടെ ജീവിതം, അദ്ദുന്യ ദുനിയാവിലെ ഞങ്ങളുടെ ജീവിതം, ഇതല്ലാതെ മറ്റൊന്നില്ല. ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ, ഞങ്ങൾ ഈ ദുനിയാവിലെ ജീവിതം ഇതല്ലാതെ മറ്റൊന്നുമില്ല, വേറൊന്നുമില്ല. ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ വേറൊരു ജീവിതമേ ഇല്ല. നമൂതു നമ്മളിവിടെ മരിക്കും, വനഹ്യ നമ്മളിവിടെ ജീവിക്കും. നമ്മളിവിടെ ജീവിക്കുന്നതും നമ്മളിവിടെ മരിക്കുകയും ചെയ്യുന്നു. വേറെ ലോകമില്ല, ഇവിടെയാണ് മൗത്തും ഹയാത്തും ഒക്കെ. ഇതാ പറഞ്ഞത്, വമാ നഹ്നു ബിമബ്ഊസീൻ, ബഅസില്ല. മബ്ഊസ് നേരത്തെ പറഞ്ഞ മുഖ്റജ് എന്ന് പറഞ്ഞില്ലേ, പുറപ്പെടുവിക്കപ്പെടുക. അതേപോലെയാണ് മബ്ഊസ്, പുനരുജ്ജീവിപ്പിക്കപ്പെടുക, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. വമാ നഹ്നു ബിമബ്ഊസീൻ, ഞങ്ങൾ ഒരിക്കലും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരല്ല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല. ഇത് തീർത്ഥാട് പറഞ്ഞു. പറയണേ, സാധുക്കളൊന്നും പറയൊന്നുമില്ല, പാവങ്ങൾ. അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈമാൻ ഉണ്ടാവും, വിശ്വസിക്കാൻ നിവൃത്തിയില്ല ഇവരുടെ മർദ്ദനം കൊണ്ട്. എത്ര ആൾക്കാരങ്ങനെ ബുദ്ധിമുട്ടാക്കിയെന്നറിയും ഇവർ. എത്രയോ പാവങ്ങളുണ്ട് വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അടിമകളായ ആളുകളുണ്ട്. പക്ഷേ അവരെ അനുവദിക്കില്ല, അവരെ പിടിച്ചു വെക്കുക ഈ വിഭാഗം, സമൂഹത്തിലെ വരേണ്യവർഗം. നമുക്ക് എന്നും കാണാൻ പറ്റും, അത് ഏത് കാലത്തും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലും ഉണ്ടാവും അത്. വരേണ്യവർഗത്തിലൊരു വിഭാഗം, അവരൊരിക്കലും ഈ പാവങ്ങളെ വിശ്വാസത്തിലേക്ക് വിടില്ല. അവർക്ക് ഒരുപക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കൂ, ജാതി ശ്രേണിയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള പാവങ്ങളുണ്ട്, സകലമാന പീഡനങ്ങളും സഹിക്കുന്ന പാവങ്ങൾ. ആ പാവങ്ങളുടെ വിമോചന മാർഗം അവർക്ക് മുമ്പിലുള്ളത്. എല്ലാവർക്കും സമത്വത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ദർശനം അവരുടെ മുമ്പിലുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ മറ്റൊരു സമ്മതിക്കൂല, എതിർത്തുകൊണ്ടിരിക്കും. ഇവിടെ അതാ സംഭവിക്കുന്നത്. ഇവിടെ ഇവർ പറഞ്ഞെന്താ അറിയോ? എന്താ ഇവർ ഈ പറയുന്നത്? മരണത്തിന് ശേഷം വേറെ ജീവിതം ഉണ്ടെന്നോ? ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. ഈ ലോകത്തെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവുമില്ല. നമൂതു നമ്മളിവിടെ മരിക്കും, വനഹ്യ നമ്മളിവിടെ ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് നമൂതു എന്നാ, പിന്നെ നഹ്യ പറഞ്ഞത്. അപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ? ജീവിതമല്ല ആദ്യം ഉണ്ടാവുക, എന്നിട്ടല്ലേ മരണം നമ്മൾ ചോദിച്ചേക്കാം. ഇവരാദ്യം പറയുന്നത് എന്താ വെച്ചാൽ, ഉറപ്പുള്ളൊരു കാര്യമാണല്ലോ മരണം. മാത്രമല്ല വേറൊരു കാര്യം കൂടി, മരണത്തോടൊക്കെ തീരുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ തീരുവടോ കാര്യം ആദ്യം അതാ പറയുന്നത്, തീരുന്നതാ പറയുന്നത്.
ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, തീരെയല്ല, ഒരു മാറ്റാണ്, ഒരു കർട്ടൻ വീഴുകയാണ്, ഒരു തിരശ്ശീല വീഴുകയാണ്, അടുത്ത രംഗം തുടരും വേറെ സ്ഥലത്ത്, രംഗം രണ്ടാമത്തെ വരാൻ പോകുന്നുണ്ട്. തൽക്കാലം ഈ രംഗത്തിന് കർട്ടൻ വീഴുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയും തീരുക, നമൂത്തു, ഇവിടെ തീരുകയാണ്. അതാ ആദ്യം പറയുന്നത്. വനഹയ, നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജീവിക്കുക, അല്ലെങ്കിൽ വേറെ തലമുറ വേണ്ട ജീവിക്കും, വേറെ തലമുറ ജീവിക്കും. വമാ നഹ്നു ബിമബഉസിൻ, ഒരിക്കലും നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയില്ല. ഇത് അതിശക്തമായിട്ട് അക്കാലത്ത് വാദമുണ്ട്, ഈ കാലത്തും കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ല പരലോകം എന്നാണ് സംഗതി ഉണ്ടോ, എന്താ മാഷേ സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ അല്ലേ എന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ധാരാളമായിട്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആളുകളൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്ന ലോകത്ത് കുറേ ആളുകൾ ഇങ്ങനെ കാണാം, ഇവരെ അല്ലാതെ, ഈ ഒരു ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവുമില്ല എന്ന് പറയും. എന്നിട്ട് പറയാണ്, വീണ്ടും അവരുടെ വാദം തുടരുകയാണ്. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാ അലല്ലാഹി കദിബ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇയാൾ ആരാ നോക്ക്, ഈ മലഅ് പറയാണ് ഈ പ്രവാചകനെ പറ്റിയിട്ട്. ഇൻ ഹുവ, ഇദ്ദേഹമല്ല, ഇല്ലാ റജുലുൻ, അടാ ഒരു മനുഷ്യൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യനല്ലാതെയല്ല. ഇഫ്തറാ അലല്ലാഹി കദിബ, കുറച്ച് ഗൗരവത്തിലാ എന്താ പറഞ്ഞത്, ഇഫ്തറ, ഇയാൾ കെട്ടിപ്പറയുകയാണ്, ചമച്ച് പറയുകയാണ്, വ്യാജമായിട്ട് നിർമ്മിക്കുകയാണ്, ഫാബ്രിക്കേറ്റ് ചെയ്യാണ്. എന്ത്? അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ, കദിബ, കളവ്, പടച്ചറബിൻ്റെ പേരിൽ. ഇവർ അള്ളാഹുവിനെ പറ്റി ഇതിനെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറയാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവരാണ് ഈ പ്രവാചകന്മാർ. അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി പറയാം. ഇത് ഇൻഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവനെ വിശ്വസിക്കൂല. ഇവിടെ നഹ്നുയെ ഇതിലെന്താ പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുകയാണോ, നിങ്ങൾ വഴിപ്പെടുകയാണോ എന്നല്ലേ ചോദിച്ചത്. ഞങ്ങളെന്താ വിശ്വസിക്കാത്ത നിങ്ങൾക്കറിയോ? ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് ചേരുക ഇവർ പറയാണ് ദൈവത്തിനെതിരിൽ കളവ്, വ്യാജം നിർമ്മിക്കുകയാണ്. ദൈവം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെ പറഞ്ഞിട്ടില്ല? മരണത്തിന് ശേഷം വേറെ ജീവിതം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല ഇവർ പറയാ. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് വിശ്വസിക്കാത്തത്. ദൈവത്തിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഇങ്ങനെ മരണത്തിന് ശേഷം ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഉണ്ടാവുക അസംഭവ്യമാണ്. അങ്ങനെ പറയുന്ന ഇത്ര ആൾക്കാരുണ്ട്. ഒരു പക്ഷേ വലിയ വിവരമുള്ള ആൾക്കാരാന്നൊക്കെ ഇവർ പറയാം. ഇവർക്കുള്ളൊരു മറിവ് ഓൾറെഡി ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് നേരത്തെ ഖുർആൻ ചോദിച്ച ചോദ്യം. എന്താണ്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂർ. സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ. നിസ്സാരമായൊരു ഇന്ദ്രിയ തുള്ളി, അതിൽ നിന്ന് രക്തക്കട്ടയായിട്ട്, ഒരു മാംസപിണ്ഡമായിട്ട്, ഒരു മനുഷ്യ കുഞ്ഞായിട്ട് പിറന്നു വീഴുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ കണ്ടില്ലേ? അത് നിഷേധിക്കാൻ കഴിയും ഒരു മനുഷ്യന്? അങ്ങനെ ആണ് നീ ഉണ്ടായതെങ്കിൽ എങ്ങനെയാണ് മനുഷ്യ എന്നെ വീണ്ടും മണ്ണിൽ ചേർന്ന് എന്നെ വീണ്ടും ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയില്ല എന്നുള്ള സിമ്പിളായൊരു ചോദ്യം അവിടെ ഉണ്ട്. അതൊന്നും അവർ കാണൂല. അവരുടെ ചോദ്യം ഇതാണ്, ഇൻഹുവ ഇല്ല. ഇവിടെ കുറച്ച് സീരിയസ് ആയിട്ട് അവർ പറഞ്ഞത്. ഇൻഹുവ, ഈ ഇയാളല്ല, പ്രവാചകനെ പറ്റിയാണ് പറയുന്നത്. ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനല്ലാതെ. ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു. അള്ളാഹുവിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ കള്ളത്തരം പറഞ്ഞു. വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ, ഞങ്ങൾ അയാളിൽ വിശ്വസിക്കുകയില്ല. മലഅ് പറയാ. ശരിക്കും ശ്രദ്ധിക്കണം ഇവരുടെ വാദങ്ങൾ. എങ്ങനെ ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഇളക്കി വിടുന്നത് എന്നൊരു ഗംഭീരമായ തെളിവുകളാണുള്ളത്. നോക്കിനി. അപ്പോൾ ഇവരുടെ വാദം കഴിഞ്ഞു. പ്രവാചകൻ എന്താ പറയും നോക്ക്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല കേട്ടോ. ഒരു ദിവസം പ്രവാചകൻ വരുന്നു, അദ്ദേഹം ആളുകളോട് തൗഹീദ് പറയുന്നു, അന്ന് തന്നെ എതിർപ്പുണ്ടാവുന്നു, അപ്പം തന്നെ നശിപ്പിക്കും. ഇതൊന്നുമല്ല, വർഷങ്ങളുടെ പഴക്കം. നേരത്തെ നൂഹ് നബിൻ്റെ കാര്യം പറഞ്ഞില്ല നമ്മൾ. 9.5 നൂറ്റാണ്ടാ. പക്ഷേ നമ്മൾ ഖുർആനിലത് പറഞ്ഞപ്പോൾ ആകെ 5-8 ആയത്തിൽ അവിടെ ഒതുങ്ങി. അതങ്ങനെ പറയുള്ളൂ, അല്ല ഫുള്ള് ചരിത്രം പറയുക ഒന്നുമില്ല. ചരിത്ര ഗ്രന്ഥമല്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ്. ഒരു പ്രവാചകൻ അവരിലേക്ക് വന്നു, ആ പ്രവാചകൻ കാര്യങ്ങൾ പറഞ്ഞു സത്യസന്ധമായിട്ട്. പക്ഷേ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അത് തന്നെയല്ലേ നിങ്ങളുടെയും പ്രതികരണം എന്നാണ് ചോദിക്കുന്നത്. എന്താ പറഞ്ഞു നോക്കി ഈ പ്രവാചകൻ? ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ അതേ പ്രാർത്ഥന. എന്താ പറഞ്ഞു നോക്ക് പ്രവാചകൻ? റബ്ബി, എൻ്റെ റബ്ബേ, ഉൻസുർനി, എന്നെ നീ സഹായിക്കണം. എനിക്ക് വേറൊന്നും പറയാനില്ല. റബ്ബിൻസുർനി, അള്ളാനോടാ പറയുന്നത്.
നിരന്തരമായിട്ട് നിഷേധിക്കപ്പെട്ട കളവാക്കപ്പെട്ട പ്രവാചകൻ പറയാണ്, റബ്ബിൻ സുർനി, എൻ്റെ റബ്ബെ എന്നെ സഹായിക്കണം, ബിമാ കദ്ദബൂൻ, ഇവരെന്നെ കളവാക്കിയത് കൊണ്ട്, ഇവരെന്നെ കളവാക്കിയിരിക്കുന്നു, അതിൻ്റെ കാരണത്താൽ നീ എന്നെ സഹായിക്കണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നുവെച്ചാൽ ഒരു നിലക്കും ഒരു വിശ്വസിക്കില്ല, എല്ലാ നിലക്കും ഈ പ്രവാചകൻ ഒരു ദിവസമൊന്നുമല്ല, പല രൂപത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകൻ്റെ ഒരൊറ്റ അധ്യാപനം ഇവിടെ കൊടുത്തുള്ളൂ, വേറെ അധ്യാപനമുണ്ട്. കാരണം ഈ വിഭാഗത്തിൻ്റെ പണി എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു, ആയത് വർഗ്ഗം എന്താ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ വമ്പിച്ച കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ്. നേരത്തെ പറഞ്ഞ പൊങ്ങച്ചവരുടെ പ്രധാനപ്പെട്ട സംഗതിയാണ് ധൂർത്ത്. ഭയങ്കര സംഭവമാണത്. ഈ പിന്നെ എക്സ്ട്രാവാഗൻസ്, ഭയങ്കരമായിട്ട് ആഡംബരം കാണിക്കുക എന്നുള്ള ഇവരുടെ പ്രത്യേകതയാണ്. ഇവരുടെ എന്ന് പറഞ്ഞാൽ ആഡംബരപ്രിയരായ ആൾക്കാർ എന്നും ചെയ്യുന്നതാണ് ധൂർത്തടിക്കുക. അതേസമയത്ത് പാവങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വകല്ലാതെ ഗതിമുട്ടി കിടക്കുന്നുണ്ട്, അവിടെ നോക്കൂല അവർ. അവരാണ് സമൂഹത്തിലെ മുത്തറഫ് എന്ന് പറഞ്ഞ വിഭാഗം. ഈ മുത്തറഫീങ്ങളായ ആളുകളെ അവരുടെ കോട്ട ഗംഭീരമായ വലിയ, അതാണ് ഇറമ ദാത്തിൽ ഇമാദ് എന്ന് പറയുന്നത്, വലിയ തൂണുകളുടെ ഉടമ എന്ന് പറഞ്ഞാൽ വലിയ കോളംസ് ഉണ്ടാക്കിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ടീമാണ്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, വേറെ സ്ഥലത്തുണ്ട്. ഇവരോട് അള്ളാഹു ഇതൊക്കെ പറഞ്ഞിട്ട്, പ്രവാചകൻ അവരോട് പറഞ്ഞിട്ട് സ്വീകരിച്ചില്ല. പ്രവാചകൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുകയാണ്, പടച്ചറബേ എന്നെ സഹായിക്കണം, റബ്ബിൻ സുർനി ബിമാ കദ്ദബൂൻ. അതിന് രണ്ടർത്ഥമാവാം. ഒന്നുകിൽ നീ ഇവർ കളവാക്കിക്കൊണ്ടിരിക്കുന്ന എന്താ ശിക്ഷയെ സംബന്ധിച്ച്, അതുകൊണ്ട് എന്നെ നീ സഹായിക്കണം എന്നാവാം. അതല്ലെങ്കിൽ പടച്ചറബേ ഇവർ ഇത് ആ സത്യത്തെ കളവാക്കിയിരിക്കുന്നു, അതുകൊണ്ട് റബ്ബേ എന്നെ സഹായിക്കണം. എന്താ സംഭവിച്ച്? മറുപടി ഒന്നുമില്ല. നൂഹ് നബി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞെന്താ, ഒരു കപ്പലുണ്ടാക്കുക. നമ്മുടെ മേൽനോട്ടത്തിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. ബി അയ്യുനിന വ വഹീന, നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ സൂപ്പർവിഷനിൽ ഒരു കപ്പലുണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്നുമില്ല. എന്താ പറയുന്നത് നോക്ക് ഇവിടെ, ഖാല അമ്മാ ഖലീലിൻ ലയുസ്ബിഹുന്ന നാദിമീൻ. ഈ പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അള്ളാഹു പറഞ്ഞു, ഖാല അള്ളാഹു പറഞ്ഞു, അമ്മാ ഖലീൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ അല്പം, അമ്മാ ഖലീൽ അല്പസമയത്തിനകം, അധികം കഴിയുന്നതിന് മുമ്പ്, ലയുസ്ബിഹുന്ന, അസ്ബഹ യുസ്ബിഹു ആയിത്തീരും, പ്രഭാതത്തിലായിത്തീരുക എന്നുള്ള അതിന് അസ്ബഹ എന്ന് പറയും. നേരം വെളുക്കുമ്പോഴേക്കാവുന്നുള്ളതിന് അസ്ബഹ എന്ന് പറയാം. ലയുസ്ബിഹുന്ന, ഇവരായിത്തീരുക തന്നെ ചെയ്യും, നാദിമീൻ, നാദിമാവും. എന്താ നദിമ, നദീം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായി ഖേദിക്കുന്ന ആളാ നാദിം. നാദിമീൻ, കടുത്ത നെടും ഖേദത്തിൽ അകപ്പെടുന്നവരായി മാറും. എന്താ ഖേദം ഉണ്ടാവും എപ്പോഴാണ്? ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ. കുറേ നന്മ അല്ല, അത് ചെയ്താൽ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കുക, അയാൾ പിന്നീട് ഖേദിക്കേണ്ടി വരിക. തിന്മ ഇത് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തിന്മ ചെയ്യുക, പിന്നീട് ഖേദിക്കേണ്ടി വരിക. അതിനാണ് പറയുക ഖേദിക്കുക. നെടും ഖേദത്തിൽ അവർ അകപ്പെടും. ലയുസ്ബിഹുന്ന നാദിമീൻ, അവർ കടുത്ത ഖേദത്തിൽ അകപ്പെടുന്നവരായിത്തീരും അല്പസമയത്തിനകം. എന്നിട്ട് എന്താ ചെയ്ത് നോക്ക്, ഫഅഖദത്ഹുമുസ് സ്വൈഹതു ബിൽ ഹഖ് ഫജഅൽനാഹും ഗുസാഅ ഫബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹു ഇത്ര പണിയുള്ളൂ. എന്താ തുടക്കം? ഖുർആൻ്റെ ആയത്തിൽ ഈ സൂറത്തിൻ്റെ തുടക്കം എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ബേജാറാണ്ട, കൊല്ലം എത്ര കഴിഞ്ഞാലും വിശ്വാസിയെ വിജയിക്കൂ. ഇവിടെ എന്താ നോക്കി സംഭവിച്ചത്? റസൂലിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അള്ളാഹു പറഞ്ഞു, ഖലീലിൽ ലയുസ്ബിഹുന്ന നാദിമീൻ, അമ്മാ ഖലീലിൽ ലയുസ്ബിഹുന്ന നാദിമീൻ, അല്പസമയത്തിനകം ഇവർ നെടും ഖേദത്തിൽ അകപ്പെടും, ഖേദിക്കുന്നവരായി മാറും. എന്നിട്ടോ ഫഅഖദതുഹുമുസ് സ്വൈഹ, സ്വൈഹത്ത് അട്ടഹാസത്തിന് പറയും, ഘോര ഗർജനത്തിന്. സ്വാഹ യസ്വീഹു സ്വൈഹത്ത്, ഘോര ഗർജനം, ഒരു ഭയങ്കരമായ ശബ്ദം സ്വൈഹത്ത്, അതിവരെ പിടികൂടി. അഖദതുഹുമുസ് സ്വൈഹ, ഒരു ഭയങ്കര ശബ്ദം. ചിലപ്പോണ്ടല്ലോ ഗംഭീരമായൊരു സ്ഫോടന ശബ്ദം, ആ സ്ഫോടന ശബ്ദം ഇത്ര കിലോമീറ്ററുകൾ കേട്ടു എന്നൊക്കെ പറയാറുണ്ട്. ഫഅഖദതുഹുമുസ് സ്വൈഹതു ബിൽ ഹഖ്, സത്യമായും ഒരു സ്വൈഹത്ത് ഇവരെ പിടികൂടി. ഫജഅൽനാഹും, എന്നിട്ട് അപ്പോൾ ജഅൽനാഹും, നാം അവരെ ആക്കി. ആ സ്വൈഹത്ത് അവരാക്കി എന്നല്ല പറയുന്നത്, അള്ളാൻ്റെ തീരുമാനം അനുസരിച്ച് ആ കാര്യം നടക്കുന്നത്. ജഅൽനാഹും, നാം അവരെ ആക്കി. ഗുസാഅ,
അല്ലേ? ഗുസാ എന്നുള്ള വാക്ക് ഇതിലുണ്ട്. എന്താണ്? സൂറത്ത് ആയിലയിൽ വരുന്നുണ്ട്. ഗുസാ അൻ അഹ്വ. ഗുസ എന്ന് പറഞ്ഞാൽ ചവറുകളാണ്, ചപ്പ് ചവറുകൾ. ഈ ചെടികളുടെയൊക്കെ ഇലകൾ ആകെ ഉണങ്ങി കരിഞ്ഞാൽ ചപ്പ് ചവറുകളായിട്ട് മാറും. അത് ഒരു ഒഴുക്കിലിട്ട് കൊടുത്താൽ, വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ടാൽ അതങ്ങനെ ഒഴുകിപ്പോവും. എന്നിട്ട് എവിടെയൊക്കെ തങ്ങി നിൽക്കും. ചപ്പ് ചവറുകൾ, ചണ്ടി. ആ ചണ്ടികൾക്ക്, ചപ്പ് ചവറുകൾക്ക് ആരെങ്കിലും വല്ല വിലയും കൽപ്പിക്കാറുണ്ടാവും? ആരെപ്പറ്റി ഇത് പറഞ്ഞെന്നറിയോ? ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഇമ്മാതിരി ഒരു ജനതയെ, ഇത്ര കരുത്തരായ കായിക ശേഷിയുള്ള ഒരു വിഭാഗത്തെ നേരത്തെ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തിയ ആദ് വർഗത്തെ സംബന്ധിച്ച് ഖുർആൻ പ്രയോഗിച്ച പദം എന്താ അറിയോ? ജഅൽനാഹും ഗുസാ, ചവറുകളാക്കി മാറ്റി. ഫജഅൽനാഹും ഗുസാ ഫബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അത് പറയാ ഫബുഅദൻ, അകലം. നേരത്തെ ഹൈഹാത്ത എന്ന് പറഞ്ഞില്ലേ, അതിവിദൂരമാണ്. വേറൊരു പദം ഖുർആൻ ഉപയോഗിക്കുന്നു, ഫബുഅദൻ, അതുകൊണ്ട് ദൂരം പാലിക്കുക, എങ്കിൽ ഭയങ്കരമായ നാശം. ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ഈ ജനതക്ക് മഹാനാശം. ബുഅദൻ, അകലം എന്നൊക്കെ പറയാം. എന്താ പറഞ്ഞത്? ഈ വളരെ സിമ്പിൾ ഒറ്റ കാര്യത്തിൽ പറയുന്നുള്ളൂ. അതിലൊന്ന്, ഈ നൂഹ് നബിക്ക് ശേഷം ഒരു ജനതയെ നാം കൊണ്ടുവന്നു. ജനതയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഖുർആൻ്റെ പരാമർശത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നത് അത് ആദ് ജനത എന്ന് പറയുന്ന ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത ജനതയാണ്. അവരിലേക്ക് പ്രവാചകൻ വന്നു, പേര് പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ ഇവരോട് പറഞ്ഞ കാര്യം എന്താ? നൂഹ് നബി പറഞ്ഞത്, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞാണ് അനി അൽബുദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഇതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രതികരിച്ചതാരാ? പാവങ്ങളല്ല, സമൂഹത്തിലെ വരേണ്യവർഗമാണ്. ആ വരേണ്യവർഗം പ്രതികരിച്ചത് ഒന്ന്, ഇയാളൊരു മനുഷ്യനാണെന്നാ. ഈ മനുഷ്യൻ നിങ്ങളെപ്പോലെ തന്നെയാണ്, ഇയാൾക്ക് ഒരു നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ നിങ്ങൾ വഴിപ്പെടുക, എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന ഈ ആളെ അനുസരിച്ച ഭയങ്കര നഷ്ടത്തിൽ നിങ്ങളകപ്പെടും. രണ്ടാമത് അവർ നിഷേധിച്ചത് മരണാനന്തര ജീവിതത്തെയാണ്. ഇയാൾ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന സാധനമില്ലേ, അത് വരികയില്ല. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, ഇയാൾ പറയുന്ന കാര്യമൊന്നും ഒരിക്കലും സംഭവിക്കൂല, അതിവിദൂരമാണ് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് അങ്ങനെ നമ്മൾ വീണ്ടും ജീവിപ്പിക്കപ്പെടുന്ന അസംഭവ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പൂർണ്ണമായിട്ട് നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രവാചകനിൽ കടുത്ത ആരോപണം വെച്ചവർ. അതെന്താണെന്നറിയോ? ഇയാൾ അള്ളാഹുവിനെതിരിൽ കള്ളത്തരം കെട്ടിച്ചമച്ച് പറയുക, അതുകൊണ്ടല്ലേ ഞങ്ങൾ വിശ്വസിക്കാത്തത്. പിന്നെ രക്ഷയില്ല. പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബിൻ സുർണി ബിമാ കദബുൻ, ഇവർ കളവാക്കുന്നതിൻ്റെ പേരിൽ പടച്ചറബെ എന്നെ നീ സഹായിക്കണം. അള്ളാഹു മറുപടി ഉടനെ കൊടുത്തു, അമ്മ ഖലീലിൻ ലയുസ്ബിഹുന്ന നാദിമീൻ, അല്പസമയത്തിനകം ഇവർ കടുത്ത ഖേദത്തിൽ അകപ്പെടും. ആ ഖേദം അഹദത്തുഹുമു സ്വൈഹത്തു, ഭയങ്കരമായൊരു പ്രകമ്പനം, അല്ലെ ഒരു ശബ്ദം അവരെ പിടികൂടി. ബിൽ ഹക്ക്, സത്യസന്ധമായും. എന്നിട്ട് അവരെ ഗുസാ, ചവറുകളാക്കി മാറ്റി. ഫബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ജനതക്ക് നാശം എന്ന് പറയുന്നു. ഇവരെന്ത് ചെയ്തു എന്നുള്ളത് വേറെ സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അത് ഒരു കടുത്ത കാറ്റാണ്, തുടർച്ചയായ കാറ്റ്. സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നകും അഅജാസു നഖ്ലിൻ ഖാവിയ. സൂറത്തുൽ ഹഖ്ഖിൽ അല്ലാഹു പറയുന്നുണ്ട് ആദ് വർഗത്തെ എന്താ ചെയ്തത്. 7 സബഅ ലയാൽ, 7 രാവുകൾ, വസമാനിയത അയ്യാമിൻ, 8 പകലുകളും തുടർച്ചയായിട്ട് വീശിയ കാറ്റ്, കൊടുങ്കാറ്റ്, ഒരൊറ്റൊന്നില്ലാതെ നിലംപരിശായി. ഏതുപോലെയെന്നറിയോ? അഅജാസു നഖ്ലിൻ ഖാവിയ, കടപുഴകി വീണ വമ്പിച്ച ഈത്തപ്പനകൾ പോലെ. വല്ലാത്ത മനുഷ്യന്മാരാ, നമ്മളൊന്നും അവരെ ഒരു വിരലിനുണ്ടാവില്ല. വല്ലാത്ത മനുഷ്യന്മാർ, പന പോലുള്ള മനുഷ്യന്മാർ. അവർ പനകൾ കടപുഴകിയതുപോലെ മലർന്നു വീണു. കഅന്നകും അഅജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, എന്തെങ്കിലും അവശേഷിച്ചോ? ഇവിടെ പറയുന്നത് ഗുസാ എന്നാണ്, ചണ്ടികളാക്കി, ചവറുകളാക്കി, ചപ്പ് ചവറുകളാക്കി എന്നാണ് പറയുന്നത്. ആരെ പറയും നോക്കണം, ഞങ്ങളെ വെല്ലാൻ ആരുണ്ട് എന്ന് ചോദിച്ച ടീമാ. അങ്ങനെയുള്ള ഒരു മഖ്ലൂക്ക് ലോകത്തുണ്ടായിട്ടില്ല. അവരുടെ അവസ്ഥയാണ് പറഞ്ഞത്.
പടച്ചറബ് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചറബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് പരലോക വിശ്വാസികളായി ജീവിക്കുവാനും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ സന്തോഷപൂർവ്വം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ നമ്മളെല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. കാര്യമായി പ്രയാസമുള്ള വാക്കുകളൊന്നും അതിലില്ല, പ്രയാസമുള്ളൊരു ഘടനയില്ല. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മറ്റു ഖുർആൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ചില പദങ്ങളും പ്രയോഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെല്ലാവരും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. പലരും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും എല്ലാ രോഗങ്ങളും പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അവരുടെ പ്രയാസങ്ങളൊക്കെ ലഘൂകരിച്ചു കൊടുക്കണമേ നാഥ. അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, നല്ല ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. നീ നൽകിയ വലിയൊരു നിഅമത്താണ് ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആരോഗ്യം. അതിന് ശുക്ർ ചെയ്യുവാൻ നീ തുണക്കണമേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, സഹോദരന്മാർ, ഇണകൾ, മക്കൾ പലരുമുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാഹ്. ഈ ദുനിയാവിൽ അവരൊക്കെ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ നാഥ. അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൻ നഈമിൽ സമ്മേളിപ്പിക്കണമേ അല്ലാഹ്. പടച്ചറബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സ്വാലിഹുകളായ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ദീനിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും മക്കളെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ, ഗസയിൽ കടുത്ത പീഡനങ്ങൾക്കിരയാവുകയാണ്. അവരുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ട് അവരെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റഹ്മാൻ റബ്ബേ, ആ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകണമേ നാഥ. അവരുടെ പ്രയാസങ്ങളൊക്കെ ലഘൂകരിച്ചു കൊടുക്കണമേ നാഥ. അവരുടെ വിശപ്പിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ റബ്ബേ. അവരുടെ പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ റബ്ബേ. ഗസയുടെ മണ്ണിൽ മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥ. അവർക്ക് നീ സമാധാനം, സ്വബർ ചൊരിയണമേ റബ്ബേ. അവരെ എതിർക്കുവാൻ വേണ്ടി, അവരെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. പടച്ചറബേ, ഈ ലോകത്തെ മുഴുവൻ നീതിയും നന്മയുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തെമ്മാടി രാഷ്ട്രമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ കെടുതികളിൽ നിന്നും ലോകരാജ്യങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അതിക്രമകാരികളും അഴിമതിയുടെ വക്താക്കളും വംശീയതയുടെ വക്താക്കളുമായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. റബ്ബന ലലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബന വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ തഖിർ ഖുലൂബന മിനൻ നിഫാഖ് വഅഅമാലന മിനർ റിയാഅ് വഅൽസിനതന മിനൽ കദിബ് വഅഅയുനന മിനൽ ഖിയാന فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.